നിറയെ പഴുത്തു നിന്ന ഒരു കുലയായിരുന്നത് അടയ്ക്ക പഴുത്തു നിന്നതാണ്. മുഴുവൻ അത് കൊഴിഞ്ഞു പോയി. ഇനി അതിൽ വളരെ കുറച്ച് പാക്കുകൾ മാത്രമേ ഉള്ളൂ അത് പഴുത്തു നിൽക്കുന്നത്. ബാക്കിയെല്ലാം പാവലടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അത് പറിച്ചെടുക്കണം. അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കർ റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കൂടുതൽ ഉയരമുണ്ട്. ഉയരം കൂടുതലായാലും നമുക്ക് പ്രശ്നമില്ല. നമുക്കതിൽ കയറി അടയ്ക്കയോ ചമ്പരോ ഒക്കെ പറിക്കാം. അടയ്ക്കാമര കൃഷി ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷേ അവർ കൃഷി ചെയ്യുന്ന അടയ്ക്കാമരത്തിൽ നിന്നുള്ള അടയ്ക്ക കൃത്യമായിട്ട് ശേഖരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സംശയമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അടയ്ക്ക കൃത്യമായിട്ട് പറിച്ചെടുക്കാൻ ആളിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മരം കയറാൻ ആളില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് അതുതന്നെയാണ്. രണ്ടാമത്, മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ മരത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം. അതുകൊണ്ട് വേനൽക്കാലത്ത് കയറുന്നത് പോലെ മഴക്കാലത്ത് കയറാതിരിക്കുക. ഇങ്ങനെ പല കാരണം കൊണ്ട് നമ്മുടെ മരത്തിൽ പിടിക്കുന്ന അടയ്ക്കകൾ പലതും നമുക്ക് നഷ്ടപ്പെടുകയാണ്, വളരെയധികം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് കൃത്യസമയത്ത് തന്നെ നമ്മൾ അതിനെ പറിച്ചെടുക്കണം. അങ്ങനെ പറിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലെ ഓരോ അടയ്ക്കാമരത്തിൻ്റെ ചുവട്ടിലും ഇതുപോലെ വീണ് കിളിർത്ത് ഇതുപോലെ തൈകളായി പോകും. കുറച്ചങ്ങനെ പോകും. ബാക്കിയുള്ളവ അത് കിളികൾ കുറേ കുത്തും, വാവൽ വന്ന് അടിച്ച് എവിടെയെങ്കിലും കൊണ്ട് കളയും. കർഷകന് യാതൊരു കാരണവശാലും പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ കർഷകന് പ്രയോജനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ അടയ്ക്കാമരത്തിൽ പഴുത്ത് നിൽക്കുന്ന അടയ്ക്കകൾ കൃത്യസമയത്ത് തന്നെ പറിച്ചു മാറ്റുക. അതോടൊപ്പം ചമ്പം പറിക്കണമെന്നുണ്ടെങ്കിൽ അത് പറിച്ചു മാറ്റണം. ഇങ്ങനെ നമുക്ക് ഏത് അടയ്ക്കാമരത്തിലെയും അടയ്ക്ക കയറി നമുക്ക് പറിച്ചെടുക്കാം. വളരെ നിഷ്പ്രയാസം പറിച്ചെടുക്കാം. പറിച്ച് ഇങ്ങനെ നമുക്ക് തൂക്കിക്കൊണ്ടിറങ്ങണമെങ്കിൽ തൂക്കിക്കൊണ്ടിറങ്ങാം. അതല്ല, നമുക്ക് അടയ്ക്ക കൊണ്ടിറങ്ങണ്ട, താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടപ്പെടാത്ത രീതിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്കെടുക്കാം. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ കഴിയും. ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം നമ്മുടെ അടയ്ക്ക പറിക്കാൻ ആളില്ല, അടയ്ക്കാമരത്തിൽ കയറാൻ ആളില്ല എന്നുള്ള വിഷമമൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒരു സാധനം മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതിൽ അഭിപ്രായമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.